കണ്ണൻ 15 കൊല്ലമായി പയറും പടവലവും ചീരയും കൃഷി ചെയ്യുന്നു. ഇത്തവണത്തെ അപ്രതീക്ഷിതമായ മഴ വിളകളെ ബാധിച്ചെങ്കിലും വിപണിയിൽ നല്ല വിലയുള്ളത് കാരണം കണ്ണനെ പോലെയുള്ള കർഷകർക്ക് ആശ്വാസമാണ്. കൊല്ലമായി ചെയ്യാറുണ്ട്. ഇതുവരെയ്ക്കും ഇതുകൊണ്ട് എനിക്ക് നേട്ടമാണുള്ളത്. പറഞ്ഞാൽ ഒരാഴ്ച മാറി കൊടുത്ത് ചെയ്ത് പിടിക്കും. ഈ ഗ്യാപ്പ് കൊടുക്കില്ല, അടിയിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം ഇത്തിരി ഇപ്പം മഴയതായതുകൊണ്ട് ആദ്യത്തെ ഒരു അല്പം നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴ കൊണ്ട് ഒന്നും ഉണ്ടാക്കിയത് ഉണ്ടാവില്ല. അങ്ങനെ അതായത് ഇപ്പോൾ രണ്ടാം പ്രാവശ്യം ഇട്ടപ്പോൾ ഇപ്പോൾ തെളിഞ്ഞ് വരുന്നുണ്ട്. വില ആ പയർ 50 രൂപ വരെ വന്നു. പിന്നെ ഇടയിൽ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഇത്തിരി കമ്മിയായിട്ടുണ്ട്. 30 രൂപ ഇപ്പോൾ മിനിമം നിൽക്കുന്നുണ്ട്. പിന്നെ പടുവളങ്ങി 26 രൂപയോളം അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. സാധാരണ ഈ മഴ അതായതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ളവർക്ക് അത്യാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഈ അടിയിൽ മഴയാണെങ്കിലും പറഞ്ഞ് ഇട്ടുകൊണ്ടിട്ട് ഇപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അത്യാവശ്യം അതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പ്രാവശ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മഴയും ഇതൊക്കെ കൂടിയ കാരണം കുറച്ച് കായ് കുറവുണ്ട്, വിളവ് കുറവ്. എന്നാലും വില കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം വലിയ നഷ്ടം വരാനൊന്നുമില്ല. ഒരു മാക്സിമം കഴിഞ്ഞ വർഷത്തെ വെച്ച് മെച്ചമാണ് ഇപ്രാവശ്യം, വിളവ് കുറവാണെങ്കിലും. പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഓണത്തിനെ ആശ്രയിച്ചാണ് ചെയ്യുന്നത്. ഓണത്തിന് ഉദ്ദേശിച്ചാണ് കൂടുതലും ഈ ഫസ്റ്റ് സീസൺ ഈ സമയം ഈ ഏപ്രിൽ ഫസ്റ്റൊക്കെ തുടങ്ങുന്നത്. മഴ ഒരുപാട് മഴയുള്ളത് കൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ഈ മത്തൻ, ഇളവൻ അങ്ങനെ കുറേ വിളനാശങ്ങളുണ്ടായി. അതുകൊണ്ടിപ്പോൾ നല്ല ഉയർന്ന വില കിട്ടുന്നുണ്ട്. പാവലൊക്കെ വെച്ച് ഒരു 40 രൂപ കൊണ്ട് നമുക്ക് കിട്ടി. 40, 38 അങ്ങനെയുള്ള റേറ്റ് കിട്ടിയതുകൊണ്ട് ഈൽഡ് കുറവാണെങ്കിലും വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ പോയി. അതുമാതിരി പടുവലം വന്നിട്ട് 25 രൂപ, 26 രൂപ അങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ നേരത്തെ ഒരു ടണ്ണ് വലിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 400 കിലോ 300 കിലോ വലിച്ചാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിധം നഷ്ടമില്ലാതെ പോയി. പിന്നെ കുറേ വിളകൾ നശിച്ചു പോയി. ഇളവൻ, മത്തൻ അങ്ങനെയുള്ള കുറേ ഈ നിലത്ത് പടരുന്ന അതൊക്കെ ഈ മഴ കാരണം ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. പഴം പച്ചക്കറികളുടെ വിപണന സഹായത്തിനായി രൂപീകരിച്ച സർക്കാർ സംരംഭമാണ് VFPCK. കർഷകർക്ക് ന്യായമായ വില ഉറപ്പുവരുത്തി വിപണിയിൽ ഗുണമേന്മയുള്ള വിലക്കുറവുള്ള പച്ചക്കറികളും പഴങ്ങളും എത്തിക്കാൻ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള ശ്രമിക്കുന്നുണ്ട്. പെരുമാട്ടിയിലെ VFPCK കർഷകർ പഴം പച്ചക്കറി അടക്കം ഒരു 20 ഇനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും സപ്പോട്ട, പപ്പായ, ഗോവ തുടങ്ങി പയർ, വെണ്ട, വഴുതിന, പച്ചമുളക്, സാലഡ് കുക്കുംബർ ഇങ്ങനെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ടെക്നോളജിയിൽ മാത്രമല്ലാതെ വിപണനത്തിലും പുതിയ സാങ്കേതിക വിദ്യകൾ, അതായത് പാക്കിംഗ്, ഗ്രേഡിംഗ്, ക്രേറ്റുകളിലൂടെ മറ്റ് സ്ഥലങ്ങളിലേക്ക്, കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും പെരുമാട്ടിയിലെ പച്ചക്കറികൾക്ക് വളരെയധികം ഗുണമേന്മയുള്ളതും കൂടുതൽ സമയം എടുത്തു വയ്ക്കാവുന്ന നല്ല പച്ചക്കറികളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഓണക്കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ പല ജില്ലകളിലേക്കും നമുക്ക് പെരുമാട്ടിയിൽ നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ എത്തിക്കാൻ പറ്റും എന്നാണ് നമ്മുടെ വിശ്വാസം. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മാർക്കറ്റിംഗ് ഒസൂരിലെയും ഒട്ടൻചത്രത്തിലെയും അതുപോലെ ഉടുമലപ്പേട്ടയിലുമുള്ള ഈ മാർക്കറ്റ് ഉടമകളായ 1-2 വ്യക്തികളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുന്നത്. ഒരു ദിവസം പുലർച്ചെ 3 മണിക്ക് അവർ തീരുമാനിക്കും പാവലിന് ഇന്ന വിലയ്ക്ക് ഇവിടെ എത്തിക്കാമെന്ന് തീരുമാനിച്ചാൽ ആ വിലയാണ് ഫാർമേഴ്സിന് കിട്ടുന്നത്. അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തി സ്ഥിരമായിട്ട് ഫാർമേഴ്സിന് ഒരു വില, അതായത് ഉൽപ്പാദന ചെലവും പ്ലസ് ആ ഒരു 50% പ്രോഫിറ്റും എന്ന രീതിയിലുള്ള ഒരു ശൈലി ഇവിടെ പഠിപ്പിച്ചു തന്ന കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ ആ രീതി ഞങ്ങളത് ഫോളോ ചെയ്ത് കുറേ ഫാർമേഴ്സിന് ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഇവിടെ വിപണനം സംഭരിക്കാനായിട്ട് VFPCKയുടെ നേതൃത്വത്തിൽ ഞാനിവിടെ VFPCKയുടെ പെരുമാട്ടി പഞ്ചായത്തിലെ
പ്രസിഡൻ്റ് കൂടിയാണ്. സ്റ്റേറ്റ് അതിലെ ഡയറക്റ്റ് ബോർഡ് അംഗങ്ങൾ, ഫാർമർ ഡയറക്റ്റ് ബോർഡ് അംഗം കൂടിയാണ്. അപ്പോൾ ഇവിടുന്ന് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ മുഖാന്തരം നമ്മളത് കളക്ട് ചെയ്ത് അതിനെ ഗ്രേഡ് ചെയ്ത് ക്രൈറ്റ് മുഖാന്തരവും അതിനെ പാക്കിംഗ് സിസ്റ്റത്തിലൂടെയും പോളിയോസ് വെറൈറ്റി, ഗ്രീൻ ഹൗസ് വെറൈറ്റി, പിന്നെ ഓപ്പൺ ഫീൽഡിലുള്ളത്, ഇതെല്ലാം ഓരോ തട്ടുകളായിട്ട് നമ്മളത് മാർക്കറ്റ് ചെയ്യാൻ പഠിപ്പിച്ചപ്പോൾ കൃഷിക്കാർക്ക് ഒരു ന്യായമായ ഒരു വില നമ്മൾക്ക്